തൃശൂരിൽ ഇന്ന് പുലിയിറങ്ങും. നഗരത്തെ ആവേശം കൊള്ളിക്കാൻ ഇത്തവണ 7 സംഘങ്ങളാണ് പുലികളിയിൽ പങ്കെടുക്കുക. ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പുലികളിക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. CV അനുമോദ്, ഒപ്പം KS അശ്വതി, ഐഷത്തുൽ ഷംന ഇവരെല്ലാം നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരുക്കങ്ങൾ, അവിടുത്തെ സാഹചര്യങ്ങൾ, എപ്പോഴേക്ക് പുലികളി സംഘങ്ങൾ സജീവമാക്കും? മെയ്യെഴുത്തുകൊണ്ട് പുലികളിയിൽ സജീവ സാന്നിധ്യമാകുന്നുണ്ട് വനിതകളും. പാട്ടുരായ്ക്കൽ പുലിമടയിൽ 2 വനിതകളാണ് മെയ്യെഴുത്തിൽ സജീവമായിട്ടുള്ളത്. വിദ്യാർത്ഥിനിയായ ശ്രീതുവും അധ്യാപികയായ ലതയും. CV അനുമോദിന്റെ റിപ്പോർട്ട് കാണും. ഒരു കാലത്ത് ആണുങ്ങളുടെ മാത്രമായിരുന്നു ഈ പുലികളി ഒരു കുത്തക പോലെ ഉണ്ടായിരുന്നത്. പക്ഷേ കാലം മാറിയതോടെ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പെൺപുലികൾ തൃശ്ശൂരിലെ നിരത്ത് കീഴടക്കാൻ തുടങ്ങി. ഇപ്പോൾ പുലിവേഷത്തിന് ചിത്രം വരയുന്നത് പെൺകുട്ടികളാണ്. നമ്മോടൊപ്പം ചേരുന്നത് പാട്ടുരായ്ക്കൽ ദേശത്തിന് വേണ്ടി മെയ്യെഴുത്ത് നടത്തുന്ന ശ്രീതു എന്ന മിടുക്കിയാണ്. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ റെഡി ആവണല്ലോ, എന്തായാലും പറ്റണ പോലെ. എന്താണ് ഇതിലേക്ക് ഇഷ്ടം? ഞാൻ വീട്ടില് വാട്ടർ കളർ, അക്രിലിക് ഒക്കെ ചെയ്യുന്നതാണ്. പിന്നെ പെൻസിൽ ഡ്രോയിങ്, കലോത്സവത്തിലൊക്കെ പോകാറുണ്ട്. ഗ്രേഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ പാപ്പനാണ് ഇവിടെ, തൃശ്ശൂർ തന്നെയാണ് വീട്. അപ്പോൾ വിളിച്ചപ്പോൾ ആദ്യമായിട്ടുള്ള ആദ്യമായിട്ട് ചെയ്യാത്തൊരു കാര്യമാണല്ലോ, അപ്പോൾ ഒന്ന് ചെയ്തൊക്കാന്ന് വെച്ചിട്ട് വന്നത്. ട്രയൽ എടുത്ത് നോക്കിയോ? ഇതാണ് ഇപ്പൊ ചെയ്യുന്നത്. എന്തൊക്കെയാ ഇത് വരയുമ്പോ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ? പെയിന്റ് ഞാൻ ആദ്യം അടിച്ചപ്പോൾ കുറച്ച് കട്ട് ചെയ്യും. അപ്പൊ അതൊന്നും കൂടി മറ്റേ ടർപ്പൻ്റെ ഒന്നുകൂടി വെച്ചിട്ട് അടിക്കുക. സാധാരണ നമ്മൾ വരയുന്നതൊക്കെ പേപ്പറിലോ ഇതൊക്കെ ജീവനില്ലാത്ത ഇതിന്റെ മുകളിലോ, ഇതിപ്പോ ജീവനുള്ള ആൾക്കാരെ മേത്താണ് പറയുന്നത് അല്ലേ? ക്യാൻവാസിലൊക്കെ വരയ്ക്കുമ്പോ അനങ്ങളില്ലേ, അതിപ്പോ ശ്വാസം വലിക്കുമ്പോ അനങ്ങല്ലോ. എന്നാലും ആള് ഭയങ്കര സപ്പോർട്ടിൽ നിൽക്കുന്നുണ്ട്. ഒരു വലിയ ആഗ്രഹമായിരുന്നു അല്ലേ? ഏതൊക്കെ ഇതാ വരയ്ക്കുന്നത്? ഞാനിപ്പോ പുള്ളിയാണ് വരയ്ക്കുന്നത്. തന്നെ അച്ഛനും അമ്മയും വീട്ടിലൊക്കെ നല്ല സപ്പോർട്ടാണ്. അപ്പൊ അച്ഛൻ വന്നിട്ടുണ്ട്. മകളെ ഇതിനൊരു പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ്. അതെ. ഞാൻ എന്റെ അനിയൻ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അനിയത്തിന്റെ ഭർത്താവ് ഇവിടെ ഇതിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ ആള് പറഞ്ഞിട്ടാണ് എനിക്ക് കൂടുതൽ ഇത് വന്നത്. പിന്നെ മാത്രമല്ല മോള് സ്റ്റേറ്റ് ലെവലില് നാഷണൽ ലെവലിലേക്കും ഡ്രോയിങ്ങിന് പങ്കെടുത്തിട്ടുണ്ട്. അവള് +2. അപ്പൊ +1 10 പഠിക്കുമ്പോ സ്റ്റേറ്റ് ലെവലില് A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നാഷണൽ ലെവലിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. ഡൽഹിയിൽ പോയിട്ട് 10 ദിവസം പരിപാടിയിൽ പങ്കെടുക്കാം. അപ്പോൾ ഈ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേത്ത് വരയ്ക്കുന്നതുകൊണ്ട്, ശരീരം കിടന്ന് അനങ്ങുന്നതുകൊണ്ട് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. മറ്റേ നമ്മൾ ക്യാൻവാസിലോ അല്ലെങ്കിൽ പേപ്പറിൽ വരയ്ക്കുന്ന പോലെയല്ല. അതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തെ നമുക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കാമല്ലോ. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മളെ നാടിന്റെ ഒരു സാംസ്കാരിക ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് പങ്കെടുക്കാന്ന് പറഞ്ഞത്. അതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും ശ്രീതുമോള് വരച്ചാൽ നമുക്ക് അതും കൂടി എന്താ കാണിക്കാലോ. ഇത് നമ്മളിതിന്റെ ഏറ്റവും പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മള് ഈ വരച്ചോളൂ. സാധാരണ പെൺപുലികളെ വേഷം കെട്ടി നമ്മൾ അടുന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു പെൺകുട്ടി ഈ പുലിവേഷം കെട്ടുന്നതിന്റെ അല്ലെങ്കിൽ പുലിവേഷത്തിന് മെയ്യെഴുത്ത് ചെയ്യുന്നത് ഒരു കൗതുകമുള്ള കാര്യമാണ്. ആദ്യമായിട്ടാണ് ശ്രീതു എന്നുള്ള ഈ കുട്ടി ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ അവള് ആദ്യമായിട്ട് മെയ്യെഴുത്ത് എഴുതുന്നതിന്റെ ആ ഒരു കാഴ്ചകൾ കൂടിയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ഇതിനപ്പുറത്ത് വേറൊരു ചേച്ചിയും ഇതേപോലെ മെയ്യെഴുത്ത് നടത്തുന്നുണ്ട്. പാട്ടുരായ്ക്കൽ ദേശത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ വേണം അതാ നമുക്ക് കാണാം. ചേച്ചിയുടെ പേരെന്താ? ആദ്യമായിട്ടാണോ മെയ്യെഴുത്ത്? എന്താ ചെയ്യുന്നത്? ഞാൻ മ്യൂസിക് ടീച്ചറാ, ചിത്രകാരിയും കൂടിയാ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു മെയ്യെഴുത്തിലേക്ക് വരാനുള്ളത്? ഇത് എന്റെ ഫ്രണ്ട്സ് വിളിച്ചതാണ്. പക്ഷെ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനത്ത് ഇത്രയും വലിയൊരു ഓണാഘോഷ പരിപാടിയിൽ ഇങ്ങനത്തെ ഒരു ചെറുപ്പത്തില് ഭയങ്കര ഇഷ്ടമാണെന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ തൃശ്ശൂർ താമസം തുടങ്ങിയപ്പോ അത് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടം. പിന്നെ ചിത്രങ്ങളോടും കലകളോടും ഭയങ്കര ഒരു എന്താ പറയാന്ന് പറയാ, നമ്മള് ഈ കേരളത്തില് നമ്മുടെ ഈ തൃശ്ശൂര് ഇത്ര വലിയ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു കാര്യം ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഭയങ്കര സന്തോഷത്തിലാണ്, എക്സൈറ്റ്മെന്റിലാണ്. അതെ. ഇതില് എന്നെ വിളിച്ച ആൾക്കാരെ സുരേഷ് മുട്ടത്തിക്കാണ്. നമ്മൾക്ക് അവരോടാണ് കൂടുതൽ കടപ്പാട്. നമുക്ക് ഇവിടെ എത്താനുള്ള ഒരു സാധ്യത അവരാണല്ലോ നമുക്ക്
ഉണ്ടാക്കിയുള്ളത്. പിന്നെ പണ്ടൊക്കെ പുരുഷന്മാരുടെ മാത്രം കുത്തകയായിരുന്നു പുലിക്കളി എന്ന് എല്ലാവരും പറഞ്ഞിരുന്നത്. പിന്നെ പെൺപുലികൾ ഇറങ്ങാൻ തുടങ്ങി. ഇപ്പൊ മെയ്യെഴുത്തില് സ്ത്രീകൾ വരാൻ തുടങ്ങി. ഒരു മാറ്റത്തിന്റെ അങ്ങനെ ഒരു സാധ്യത ഇഷ്ടമുണ്ടായിരുന്നു. എന്താ പെൺപുലി ആയാലെന്നൊക്കെ തോന്നി. പിന്നെ അത് ഞാനൊരു ടീച്ചറാണ്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതൊരു അങ്ങനെ വേണ്ട എന്ന് വെച്ച് ചിത്രം വരയ്ക്കുകയാണെങ്കിലും നമ്മൾ ഇതിന്റെ ഒരു ഭാഗമാവാൻ പറ്റല്ലേ. ചെറിയൊരു നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം ചെയ്യാന്നുള്ളതാണ്. സന്തോഷമാണ്. സാംസ്കാരിക നഗരിയിൽ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയ നമ്മുടെ ഒരു ഭാഗമാവാൻ പറ്റുക എന്നുള്ളത് ഇത്ര വലിയ ഒരു ഓണ പരിപാടിയിൽ ഭയങ്കര സന്തോഷം. ചിത്രവര മെയ്യെഴുത്ത് തുടരട്ടെ, അതിന്റെ തിരക്കിലാണ്. നമുക്ക് കാണാം ചേട്ടന്മാരൊക്കെ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ, പുതിയ ആൾക്കാർ കടന്നു വരുന്നത് സന്തോഷമാണ്. ഇവർക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാറുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഈ പാട്ടരായ്ക്കൽ ദേശത്തിന്റെ ഈ ഒരു പുലിമടയിൽ നിന്നുള്ള കുറച്ച് രസകരമായ ദൃശ്യങ്ങൾ. മെയ്യെഴുത്ത് എഴുതുന്ന ആ പെൺ കരുത്ത് അല്ലെങ്കിൽ മെയ്യെഴുത്ത് എഴുതുന്ന ചിത്രകാരികളെയൊക്കെ നമുക്ക് ഇവിടെ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതായത് മുൻപ് പുരുഷന്മാരുടെ മാത്രം കുത്തകയായിരുന്ന ആ പുലികളി അവിടെ പെൺപുലികൾ നിരത്ത് കീഴടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇപ്പോഴിതാ മെയ്യെഴുത്തിലും സ്ത്രീകളുടെ സാന്നിധ്യം അത് എന്തായാലും വേറിട്ട ഒരു കാഴ്ച തന്നെയാണ്. നമുക്ക് ഈ ഒരു പുലികളിയുടെ വിശേഷങ്ങൾ ഇനിയും പങ്കുവെക്കാനുണ്ട്. പാട്ടരായ്ക്കലിന്റെ പുലിമടയിൽ നിന്നും അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.